നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയുടെ ഉദ്ഘാടകനായി മന്ത്രി വി അബ്ദുറഹ്മാൻ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ CPM-ഉം സർക്കാരും മുഖ്യമന്ത്രിയും വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി. ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ ഉദ്ഘാടകനായി മന്ത്രി വി അബ്ദുറഹ്മാൻ വരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായാണ് മന്ത്രി എത്തുന്നത്. മലപ്പുറം താനൂർ പുത്തൻ തെരുവിൽ നടന്ന പരിപാടിയിലാണ് മന്ത്രി പങ്കെടുത്തത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ മുഖ്യമന്ത്രി അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് മന്ത്രി തന്നെ വേദിയിലെത്തുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടകനായാണ് മന്ത്രി വേദിയിലെത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധത്തിന്റെ പേരിൽ UDF-ഉം LDF-ഉം തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുകയും സംസ്ഥാന നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിലെ മന്ത്രി തന്നെ ബൈത്തു സക്കാത്ത് വേദിയിലെത്തുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ എന്തായാലും രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ UDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി പലതരങ്ങളിലും നീക്കുപോക്ക് ഉണ്ടാക്കുകയും ജമാഅത്തിന്റെ വോട്ടുകൾ വാങ്ങി ജയിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് LDF-ന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനമായി ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പോലും പല വേദികളിലും ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും UDF-നെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് LDF-ന്റെ മന്ത്രി തന്നെയുള്ള മലപ്പുറത്ത് നിന്നുള്ള വി അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലെത്തുകയും ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഇതെന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെയൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം LDF-നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബന്ധം വിട്ട സമയത്താണ് UDF-നെതിരെ വിമർശനവുമായി വരുന്നത് എന്ന ആരോപണവുമായി മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയൊക്കെ നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായി ഒരു രാഷ്ട്രീയ ഘടകമായി മാറിയതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമില്ല LDF-ന് എന്ന് പറഞ്ഞായിരുന്നു ഇവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ പരിപാടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായി മന്ത്രി വേദിയിലെത്തുകയും വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പരാമർശം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. മലപ്പുറം താനൂർ പുത്തൻ തെരുവിൽ നടന്ന പരിപാടിയിലാണ് മന്ത്രി പങ്കെടുക്കുകയും ഈ പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്. ഇതില്ല ഗൂഗിൾ, വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നതിന് സംശയമില്ല. കാരണം UDF-ന്റെ ജമാഅത്തെ ഇസ്ലാമി സമീപനം അതാണെന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെല്ലാം വലിയ രാഷ്ട്രീയ വിഷയമായി മുഖ്യമന്ത്രി അടക്കം LDF പ്രധാനമായും ഉന്നയിക്കുന്നൊരു കാര്യം, ഈ വേദിയിലെത്തി ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം ഈ യോഗത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹം എങ്ങനെ വിശദീകരിക്കും? നമുക്ക് മന്ത്രിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാനെ ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മറുപടി ലഭ്യമാകുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം മന്ത്രിയിൽ നിന്ന് തേടുകയും അതിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യും. എന്തായാലും ഈ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം കൈയാളുക എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ AK ബാലനെ പോലെയുള്ള മുതിർന്ന CPM നേതാക്കൾ മുന്നോട്ടേക്ക് വെക്കുന്ന സമയത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടിയുടെ ഉദ്ഘാടകനായി മന്ത്രി അബ്ദുറഹ്മാൻ എത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം സംസ്ഥാനത്തൊട്ടാകെ നേടിയപ്പോഴും മലപ്പുറത്ത് 94 പഞ്ചായത്തുകളിൽ 90ഓളം പഞ്ചായത്തുകൾ അധികാരം നേടിയ സമയത്തായാലും അത് വർഗീയതയെ കൂട്ടിപിടിച്ചുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു എന്നായിരുന്നു ഈ വിജയത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം. CPM-ന്റെ മലപ്പുറം ജില്ലാ ഘടകം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രീതിയിലായിരുന്നു പറഞ്ഞത്. കാരണം UDF-ന്റെ വിജയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അത് ജമാഅത്തുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന സമയത്ത് മന്ത്രി പങ്കെടുത്തതിന് എന്തായാലും LDF-ന്റെയും CPM-ന്റെയും സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിഷയമായി തന്നെയാണ് ഇത് മാറിയിട്ടുള്ളതില്ല. അങ്ങനെ കടുത്ത വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ LDF സർക്കാർ പക്ഷം ഉന്നയിക്കുമ്പോഴാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഉദ്ഘാടകനായി മന്ത്രി വി അബ്ദുറഹ്മാൻ എത്തുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ആലപ്പുഴ ഹരിപ്പാട് KSRTC ബസ്സിൽ നിന്ന് വീണ വൃദ്ധയ്ക്ക് ഗുരുതര പരിക്ക്. അനാരി സ്വദേശി നബീസയ്ക്കാണ് പരിക്കേറ്റത്. ബസ്സിൽ നിന്ന് വൃദ്ധ വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എപ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്?
ദിൽന, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട്ടേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന നബീസ എന്ന വീട്ടമ്മയ്ക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ് ആളുകളെ ഇറക്കി മുന്നോട്ട് പോകുന്ന സമയത്താണ് നബീസ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷെ നബീസ ഈ പടിക്കെട്ടിന്റെ പകുതി എത്തിയപ്പോഴേക്ക് ബസ് മുന്നോട്ടെടുത്തിരുന്നു. ആ എടുത്ത സമയത്ത് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ റോഡിലേക്ക് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് വീഴുകയും ബസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ കണ്ടക്ടറോ ഡ്രൈവറോ നബീസ പുറത്തേക്ക് വീണത് കണ്ടിരുന്നത്. അവർ കുറച്ച് മുന്നോട്ട് പോയ ശേഷമാണ് വാഹനം നിർത്തിയത്. നിലവിൽ കുടുംബത്തിന്റെ പരാതി പോലീസ് സ്റ്റേഷനിലടക്കം നൽകിയിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കടുത്ത അനാസ്ഥ ഈ അപകടത്തിന് പിന്നിലുണ്ട്. ആളുകൾ ഇറങ്ങുന്നത് ശ്രദ്ധിക്കാതെ വാഹനം മുന്നോട്ടെടുക്കാൻ ബെല്ലടിച്ച് ശിക്ഷ നൽകി എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന പരാതി. അതിൽ അന്വേഷണം ഹരിപ്പാട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നബീസ് ഇപ്പോൾ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇതിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ നാളെ വ്യക്തതയുണ്ടാകും. ഇതിൽ ഏതെങ്കിലും തരത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഹരിപ്പാട് പോലീസ്. ശരി അശ്വിൻ. മറ്റു വാർത്തകളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാളികൾ മാറിയെന്ന സംശയം പ്രകടിപ്പിച്ചു ഹൈക്കോടതി. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലിരിക്കുന്ന പാളികൾ വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതി SITക്ക് അനുമതി നൽകി. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. പരിശോധനയ്ക്കായി SIT സംഘം ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് പരിശോധന. ശബരിമലയിൽ വൻ കൊള്ള നടന്നുവെന്ന ഹൈക്കോടതിയുടെ സംശയം സാധൂകരിക്കുന്നതാണ് SITന് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട്. VSSCയിൽ നിന്ന് ലഭിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെയാണ് സ്വർണം പൂശാൻ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരിച്ചെത്തിയതെന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലിരിക്കുന്ന വാതിൽപ്പാളിയും പ്രഭാമണ്ഡലം പാളിയും പരിശോധിക്കാൻ SITക്ക് അനുമതി നൽകി. സംഘം നാളെ ശബരിമല സന്നിധാനത്ത് വീണ്ടും എത്തും. കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്കും അന്വേഷണം വേണം. സംശയങ്ങൾ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് നീങ്ങേണ്ടത്. അഷ്ടദിക്പാലക വിഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം അനിവാര്യമാണ്. കൂടുതൽ സാക്ഷികൾ വേണം. VSSCയിലെ ശാസ്ത്രീയ വിദഗ്ധരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. പാളികൾ മാറി എന്നുള്ളതിൽ കൃത്യത വേണം. പ്രധാന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും ഉത്തരവിൽ പറയുന്നു. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന 2024-25 വർഷത്തെ ഇടപാടുകളും അന്വേഷണ പരിധിയിലെന്ന് SIT. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. 24 കൊച്ചി. ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ദീപകിന്റെ അമ്മയുടെ പരാതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ മാതാപിതാക്കളുടെയും യുവതിയുടെയും മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഇനി ആർക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുതെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ട്. യുവതിയുടെ പരാതി വ്യാജമാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഒരു സംഭവം വെച്ച് എല്ലാം സമാനവൽക്കരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി. വ്യാജ പരാതികൾ വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. കുടുംബത്തിന് നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് LG ലിജീഷ് പറഞ്ഞു. 24 കോഴിക്കോട്. മലപ്പുറം പൊന്നാനിയിൽ CPIMൽ വീണ്ടും തമ്മിൽ തല്ല്. വെളിയങ്കോട്ടെ CPIM പ്രവർത്തകർ എരമംഗലത്തെ പ്രവർത്തകരെ ആക്രമിച്ചെന്നാണ് പരാതി. എരമംഗലം സ്വദേശി ഷബീറിനാണ് പരിക്കേറ്റത്. നേരത്തെ വെളിയങ്കോട് CPM പ്രവർത്തകർ എരമംഗലത്തെ DYFI ഓഫീസ് അടിച്ചു തകർത്തിരുന്നു. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് സംഭവം? പൊന്നാനിയിൽ CPMനകത്ത് ഏറെ നാളുകളായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് എരമംഗലം മൂക്കുതല ഉത്സവത്തിനിടെ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പൊന്നാനി എരമംഗലത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനോട് ചേർന്നിട്ടുള്ള DY ഓഫീസ് വെളിയങ്കോട്ടെ CPM പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ 2 വിഭാഗത്തിൽപ്പെട്ട 20ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും എരമംഗലത്തെയും വെളിയങ്കോട്ടെയും CPM പ്രവർത്തകർ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വെളിയങ്കോട്ടെ CPM പ്രവർത്തകർ എരമംഗലത്തെ CPM പ്രവർത്തകനെ ആക്രമിച്ചെന്നാണ് ഇപ്പോഴുള്ള പരാതി. എരമംഗലം സ്വദേശി ഷബീറിനാണ് പരിക്കേറ്റത്. ഇയാൾക്ക് തലയ്ക്കും നട്ടലിനും സാരമായി പരിക്കേറ്റത്. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM പൊന്നാനി ഏരിയ കമ്മിറ്റി പറയുന്നത് ഇത് അവിടെ നടക്കുന്ന പാർട്ടിക്കകത്തെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല,
ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് CPM നേതൃത്വം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറെ നാളുകളായി പാർട്ടിക്കകത്ത് CPM-നകത്തുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംഘർഷം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പൊന്നാനിയിലാണ് CPM-ൽ തമ്മിൽ തല്ല്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡും മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉറച്ച് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് യാഥാർത്ഥ്യമെന്നും പ്രസ്താവന വളച്ചൊടിച്ചു എന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. പരാമർശത്തിൽ CPM നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പരാമർശങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം വർഗീയ ധ്രുവീകരണം നടന്നോ എന്ന സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നാണ് MV ഗോവിന്ദൻ ഇങ്ങനെ ഒഴിഞ്ഞുമാറിയത്. സജി ചെറിയാന്റെ പരാമർശത്തെ പാർട്ടി നേതൃത്വം എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമൂഹത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഗുരുതരമായ തെറ്റാണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ ശ്രദ്ധയില്ലാത്ത പ്രതികരണങ്ങൾ നടത്തി നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സജി ചെറിയാന്റെ നിലപാട്. ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു. പ്രബല സമുദായ സംഘടനകൾ പ്രതിപക്ഷത്തെ വിമർശിച്ച സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സജി ചെറിയാന്റെ വിമർശനങ്ങൾ കാരണമായെന്ന് CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. വർഗീയ പരാമർശത്തിൽ സജി ചെറിയാനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിയും നടത്താത്ത പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സജി ചെറിയാനെ തള്ളി മുൻ മന്ത്രി KT ജലീൽ രംഗത്തു വന്നു. AK ബാലന്റെ ജമാഅത്ത് ഇസ്ലാമി വിവാദ പരാമർശത്തിലെ ചർച്ചകൾ കെട്ടടങ്ങും മുന്നേ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന CPIM നേതൃത്വത്തിന്റെ അറിവോടെയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വർഗീയത ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നെന്നാണ് വിമർശനം. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും ഇന്ന് രംഗത്ത് വന്നു. ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട വർഗീയതയാണ് ഇവിടെ പറയുന്നതെന്ന് നേതാക്കൾ തുറന്നടിച്ചു. 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല. ഇത്ര വലിയ വർഗീയത ഇതിനു മുമ്പ് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോ ആ ആത്മവിശ്വാസം അങ്ങോട്ട് ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി. അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ. സജി ചെറിയാന്റെ വിവാദ പരാമർശം തള്ളി മുൻ മന്ത്രി KT ജലീൽ രംഗത്തെത്തി. ലീഗ് മത്സരിക്കുന്നിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു വ്യാഖ്യാനം അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ വലിയൊരു നിലക്ക് കാണേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവന RSS വോട്ട് നേടാനുള്ള ചെങ്ങന്നൂർ ഡീലോ സംസ്ഥാനതല ഡീലോ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യം. പരാമർശത്തിനെതിരെ കോൺഗ്രസ് വക്താവ് VR അനൂപ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇല്ലാക്കഥ പ്രചരിപ്പിച്ച് കേരളത്തെ ഇകഴ്ത്താൻ ചിലർ ശ്രമിക്കുന്നു. ശബരിമല ശാസ്താവിനെ പോലെ വാവർക്കും ഈ നാട്ടിൽ പ്രാധാന്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ അതിനെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുക്കാം എന്ന് കരുതുന്നത് തെറ്റാണ്. രാജ്യമാകെ കേരളത്തെക്കുറിച്ച് തികച്ചും മോശമായ ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നതിന് ഒരു കൂട്ടർ കുറച്ചു നാളായി നിരന്തര ശ്രമങ്ങൾ നടത്തി വരുന്നു. ശബരിമല ശാസ്താവിനോടൊപ്പം തന്നെ വാവർക്കും പ്രാധാന്യം നൽകുന്ന നാടാണ് കേരളം. പ്രതിരോധ നിക്ഷേപ ബഹിരാകാശ മേഖലകളിൽ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും UAEയും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് കരാറുകളിൽ ഒപ്പിട്ടത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 2 മണിക്കൂർ സന്ദർശനത്തിൽ ഇന്ത്യ ഒപ്പിട്ടത് സുപ്രധാനമായ നിരവധി കരാറുകളിൽ. പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതായിരിക്കും കരാറെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Mostly this discussion was about bilateral trade and the salutary impact that the India-UAE comprehensive economic partnership has had on bilateral trade and how we need to expand it in the coming
years. ബഹിരാകാശ മേഖലയിലും ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഗുജറാത്തിലെ നിക്ഷേപ കേന്ദ്രങ്ങളിൽ UAE-യുടെ പങ്കാളിത്തത്തിനായി കരാറിൽ ഒപ്പുവെച്ചു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് LNG വിതരണം ചെയ്യുന്നതിനുള്ള കരാറിലും ഒപ്പുവെച്ചു. ഭക്ഷ്യസുരക്ഷ, ആണവ സഹകരണം സംബന്ധിച്ച വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ചുരുങ്ങിയ സമയത്തെ സന്ദർശനമായിരുന്നുവെങ്കിലും ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി. This particular visit has contributed to the setting, in fact, the direction of work between India and the UAE in the very near future. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു. ഡൽഹി പാലം വിമാനത്താവളത്തിലെത്തിയ UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. 24 ഡൽഹി. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്തൽ വേണമെന്ന ഗവർണറുടെ ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. കേന്ദ്രത്തിനെതിരായ വിമർശനത്തിൽ തിരുത്തൽ വേണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. എന്നാൽ പ്രസംഗത്തിൽ മാറ്റം വരുത്താതെ സർക്കാർ അത് ലോക്ഭവന് മടക്കി അയച്ചു. തിരുത്തിയില്ലെങ്കിലും നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാനാണ് ഗവർണറുടെ തീരുമാനം. പുതുവർഷ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുന്നതാണ് പതിവ്. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട്. എന്നാൽ പ്രസംഗത്തിലെ ഈ ഭാഗത്ത് തിരുത്തൽ വേണമെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട്. ഇക്കാര്യം അറിയിച്ച് ഗവർണർ പ്രസംഗം തിരിച്ചയച്ചു. എന്നാൽ പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ തിരുത്താൻ സർക്കാർ കൂട്ടാക്കിയില്ല. തിരുത്തൽ വരുത്താതെ തന്നെ ഇന്നലെ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയച്ചു. തന്റെ ആവശ്യം സർക്കാർ നിരാകരിച്ചെങ്കിലും മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗം പൂർണ്ണമായും വായിക്കാനാണ് ഗവർണറുടെ തീരുമാനം. സർക്കാരിന്റെ നയങ്ങളും നിലപാട് നിശ്ചയിക്കാനുള്ള അവകാശം മന്ത്രിസഭയ്ക്കാണെന്ന വിലയിരുത്തലാണ് തീരുമാനം. ഗവർണർ മുഴുവൻ വായിച്ചാലും ഇല്ലെങ്കിലും പ്രസംഗം പൂർണ്ണമായും സഭാരേഖകളുടെ ഭാഗമാകുമെന്നതാണ് ചട്ടം. ഇതും ഗവർണറുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗവർണറായ ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന നിയമസഭയിൽ നടത്തുന്ന രണ്ടാമത്തെ നയപ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. 24 തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് രാഹുൽ ഗാന്ധി. കൊച്ചിയിൽ മഹാപഞ്ചായത്ത് എന്ന പേരിൽ KPCC സംഘടിപ്പിച്ച തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അതിനിടെ വേദിയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ച് ഡോക്ടർ ശശി തരൂർ MP നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കൊച്ചിയിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്ന് RSS ആഗ്രഹിക്കുന്നുവെന്നും കേരളത്തിലെ ജനങ്ങളെ നിശബ്ദമാക്കാനാകില്ലെന്നും രാഹുൽ ഗാന്ധി. The ideological attack of the BJP and the RSS is designed to create a culture of silence. They want India to remain silent, India not to express itself, and they want to deliver all the wealth of our country. CPIM-നെതിരെ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഈ നാടിനെ ഛിന്നഭിന്നമാക്കാൻ, ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കേരളത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പിണറായി വിജയൻ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, അയ്യപ്പ ഈ പിണറായിയെ രക്ഷിക്കണേ എന്നേ പറയാനുള്ളൂ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വേദിയിൽ എത്തിയതിനു ശേഷം പ്രസംഗിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തതിൽ നേതൃത്വത്തെ ശശി തരൂർ MP അതൃപ്തി അറിയിച്ചു. ദീപാദാസ് മുൻഷിയോടാണ് തരൂർ പരാതി ഉന്നയിച്ചത്. 24 കൊച്ചി. SNDP NSS സഹകരണം പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെയല്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഐക്യത്തിന് ആരുടെയും സഹായവും ഉപദേശവും ആവശ്യമില്ലെന്നും G സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് NSS SNDP ഐക്യത്തിന് കളമൊരുക്കാനാണ് ശ്രമം. ഐക്യം കാലത്തിന്റെ അനിവാര്യതയെന്നാണ് SNDPയുടെയും NSSന്റെയും നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാമൂഹ്യ വിഷയങ്ങളിലൂന്നി ഐക്യം സാധ്യമാക്കാനാണ് ശ്രമം. 21-ന് SNDP യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കും. അതിനുശേഷം NSS ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സംവരണ വിഷയങ്ങൾ പോലെ ഭിന്നിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതും ഐക്യത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഐക്യവിഷയത്തിൽ VD സതീശനെ വലിച്ചിഴക്കുന്നതിൽ NSS വിമർശനമുന്നയിച്ചു. ഐക്യത്തിന് SNDP NSS മാത്രം വിചാരിച്ചാൽ മതി, അതിന് രാഷ്ട്രീയ നേതാക്കളുടെ ഉപദേശം വേണ്ടെന്നുമാണ് നിലപാട്. ഐക്യത്തെ സ്വാഗതം ചെയ്ത CPIM-ഉം കോൺഗ്രസും. എല്ലാവരും ചേർന്നു ജാതി മത
വിഭാഗങ്ങളെല്ലാം ചേർന്ന് എല്ലാം ഉള്ളതാണ് നാട്ടിൽ, അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. എല്ലാ മതസംഘടനകളും യോജിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. യോജിപ്പോടുകൂടി പോകുന്നത് നല്ലതാണ്. അവരെന്നും വഴക്കടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? ഇതിനിടെ ജി സുകുമാരൻ നായർക്കെതിരെ BJP നേതാവ് K സുരേന്ദ്രൻ രംഗത്തെത്തി. നായർ ഈഴവ സമുദായങ്ങളുടെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ലെന്ന പ്രതികരണം. അതിപ്പോ നായർ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല, ഈഴവ സമുദായത്തിന്റെ കുത്തക ഏതെങ്കിലും സംഘടനയ്ക്കല്ല. അപ്പൊ അത്തരം പരാമർശങ്ങളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. 24 കോട്ടയം. സമുദായ നേതാക്കളുടെ വിമർശനത്തിൽ പാർട്ടിയിൽ നിന്ന് പിന്തുണയില്ലെങ്കിലും നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമുദായ നേതാക്കളെക്കുറിച്ച് മോശമായി പറയില്ലെന്ന് പ്രതികരിച്ച VD സതീശൻ എന്നാൽ വർഗീയതയ്ക്കെതിരെ പോരാടുമെന്നും വ്യക്തമാക്കി. വ്യക്തിപരമായി രാഷ്ട്രീയ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും പ്രശ്നമില്ലെന്നും VD സതീശൻ പറഞ്ഞു. സമുദായ നേതാക്കളുമായി സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. പ്രബല സമുദായ സംഘടനാ നേതാക്കൾ വാളെടുത്ത് നിൽക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശന് കുലുക്കമില്ല. വർഗീയതയോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന സതീശൻ ഏതാക്രമണവും കുന്തമുനിയും നേരിടാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. വർഗീയതയോട് ഏറ്റുമുട്ടി തോറ്റു നിലത്ത് വീണാൽ അത് വീരോചിത ചരമമായിരിക്കും. താൻ പറഞ്ഞത് കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടാണെന്നും സതീശൻ വ്യക്തമാക്കുന്നു. വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുനകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രബല ഹൈന്ദവ സമുദായങ്ങളുമായി കൊമ്പുകോർക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരാൻ നേതാക്കൾ മടിക്കുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഇന്നലെ NSS ആസ്ഥാനത്ത് പോയ കൊടുങ്ങൽ സുരേഷും UDF കൺവീനറായ അടൂർ പ്രകാശും ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുമാറി. പ്രതികരിച്ച KPCC അധ്യക്ഷനാകട്ടെ കരുതലോടെയാണ് മറുപടി പറഞ്ഞത്. ചില പരാമർശങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട്. അത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞങ്ങൾ നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായിട്ടും പരിശ്രമിക്കുന്നതാണ്. പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ ചെന്നിത്തലയുടെ പ്രതികരണവും കരുതലോടെ തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSന്റെയോ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. K മുരളീധരൻ മാത്രമാണ് VD സതീശനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. 24 തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെമ്പായത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നീതുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരുങ്കൂർ 4 സെന്റ് ഉന്നതിയിലെ ദിനേശ് ഇന്ദിരാ ദമ്പതികളുടെ മകളാണ് നീതു. മരണകാരണം വ്യക്തമല്ല. ചുള്ളിമാനൂരിൽ +1 വിദ്യാർത്ഥിനിയായ വിഷ്ണു വർഷയെ തീ കൊളുത്തി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ലേറ്റസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.